നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രകോപനമില്ലാതെ എന്നാൽ പരോക്ഷ പരിഹാസവുമായി കാനത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. പ്രതിപക്ഷത്തിന് ആയുധം നൽകരുത് എന്ന ഉപദേശം. CPIക്ക് രണ്ട് മുന്നണികളിലുമായി കൂടുതൽ ഭരണപരിചയമുണ്ടെന്ന് കുത്തുവാക്ക്. കൊല്ലത്തെ സരസൻ സംഭവവും ഉദാഹരണമായി. പ്രതിപക്ഷത്തിന് CPM-ഉം ആയുധം നൽകരുത് എന്ന് കാനം. ഭൂമി കയ്യേറ്റം തടയാൻ പ്രത്യേക നിയമനിർമ്മാണം പരിഗണനയിലെന്ന് മന്ത്രി AK ബാലൻ. ഓർഡിനൻസ് ഉടൻ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. വയനാട്ടിൽ അതീവ പരിസ്ഥിതിലോല മേഖലകളിൽ കരിങ്കൽ ഖനനത്തിന് നിരോധനം. BJP ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ തുടങ്ങി. അമിത്ഷാ യോഗത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഭരണ തുടർച്ചയ്ക്ക് തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ച പാക് നടപടിയിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നിർത്തിവെച്ചു. മരവിപ്പിച്ചത് സമുദ്ര സുരക്ഷാ ചർച്ചകളും ഇൻഡസ് കരാർ സംബന്ധിച്ച സെക്രട്ടറി തല ചർച്ചകളും. അമേരിക്കയെ വെല്ലുവിളിച്ച് ഉത്തര കൊറിയ. അമേരിക്കയുടെ ഏത് ആക്രമണത്തെയും നേരിടാൻ രാജ്യം സജ്ജം. വേണ്ടിവന്നാൽ യുദ്ധത്തിന് തയ്യാറെന്നും കൊറിയ. സൈനിക വിന്യാസം ശക്തമാക്കി അമേരിക്ക. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കുമെന്ന് ചൈന. തമ്മിലടിയിലൂടെ വരുമോ ഇടത് ഐക്യം? CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വിമർശനങ്ങൾക്ക് മറുപടി അക്കമിട്ട് നിരത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കാനത്തിന്റെ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെയുള്ള ആയുധമായതായി കോടിയേരി വിമർശിച്ചു. CPI പ്രതിപക്ഷത്തല്ല എന്ന് ഓർക്കണമെന്ന പ്രകാശ് കാരാട്ടിന്റെ വിമർശനത്തിനായി കാനം കഴിഞ്ഞ ദിവസം ശക്തമായ മറുപടി നൽകിയത്. ഒട്ടും പ്രകോപിതമല്ലാത്ത ഭാഷയിൽ എന്നാൽ വിമർശിച്ചും പരോക്ഷമായി പരിഹസിച്ചും തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ CPIയുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത്. നിലമ്പൂരിലേത് വ്യാജ ഏറ്റുമുട്ടൽ അല്ല. ഇവിടെ ഈ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് മാവോയിസ്റ്റുകൾ പോലും ആരോപിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ചുമത്തിയ UAPA കേസുകൾ പോലും പുനഃപരിശോധിക്കുകയാണ് സർക്കാരെന്ന് അവകാശവാദം. അന്നും ഇന്നും UAPAക്ക് എതിരാണ് പാർട്ടി. മുഖ്യമന്ത്രിയും ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി. ഒരു കാരണവശാലും UAPA ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ പൂർണ്ണമായി നൽകാനാകാത്തത് കോടതി നിലപാട് കാരണമാണ്. ഇവിടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാനുള്ള അവകാശം കേരളത്തിലുണ്ട്. വർഗീസ് വിഷയത്തിലെ സത്യവാങ്മൂലം UDF സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയതാണ്. അത് തിരുത്തും. ആ എഫിഡവിറ്റ് കൊടുത്ത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നും CPM തന്നെയാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. മഹിജ സമരം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. വളയം നന്ദിഗ്രാമാക്കാനുള്ള പ്രതിപക്ഷ ശ്രമത്തിനെതിരെ അവിടുത്തെ നാട്ടുകാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. DGP ഓഫീസിന് മുമ്പിൽ സമരം ഇരുന്നപ്പോൾ അവർ സ്വാഭാവികമായും എല്ലാവരെയും അവിടെ റിമൂവ് ചെയ്യുക എന്നതാണ് ചെയ്യുന്നത്. ആ നിലയിൽ മഹിജയെയും അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. മൂന്നാറിൽ സബ് കളക്ടറെ തടഞ്ഞത് CPM-കാർ അല്ല, കയ്യേറ്റമൊഴിപ്പിക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. സബ് കളക്ടർ പോലീസിനെ നേരത്തെ അറിയിക്കാതിരുന്നത് ശരിയായില്ല. രമൺ ശ്രീവാസ്തവയ്ക്ക് ക്ലീൻ ചിറ്റ്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കുന്നതിൽ തെറ്റില്ല. ഈ പറയുന്ന സംഭവമെല്ലാം LDF ഗവൺമെന്റ് അദ്ദേഹത്തെ DGP ആക്കുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് മുതലാളിമാരുടെ ഭാഷയാണ് എന്ന് പറഞ്ഞത് കാനം ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ടുള്ള ശൈലിയായി കണക്കാക്കിയാൽ മതി. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതായിരിക്കാം. പ്രകാശ് കാരാട്ടിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ഇതേക്കാൾ വലിയ തർക്കത്തിന്റെ കാലം മുന്നണി കടന്നു പോന്നിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിപ്പിച്ച് മറുപടി. അന്ന് വെളിയം ഭാർഗവനായിരുന്നു. അത് അന്ന് എല്ലാവരും തീരുമാനിച്ചില്ലേ ഈ മുന്നണി പോകും. സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പാർട്ടി അംഗങ്ങൾ പാർട്ടി നിലപാടേ പറയാവൂ എന്ന് MA ബേബിയുടെ പേരെടുത്ത് പറയാതെ മുന്നറിയിപ്പും വിമർശവും. സമൂഹ മാധ്യമങ്ങളിലായാലും പാർട്ടി സഖാക്കൾ പാർട്ടി നിലപാട് പ്രകടിപ്പിക്കണം. രണ്ട് മുന്നണിയിലുമായി CPM-നേക്കാൾ ഭരണപരിചയമുണ്ട് CPIക്ക് എന്ന് പറഞ്ഞ് ഒന്നിലേറെ തവണ പരോക്ഷ പരിഹാസവും വിമർശവും. ഞങ്ങളെ ഭരണകാര്യത്തിൽ ഞങ്ങളെക്കാൾ അവർക്ക് കൂടുതൽ പാരമ്പര്യമുണ്ട്. ഞങ്ങൾക്ക് അത്രത്തോളം ഇല്ല. ഒടുവിൽ 1980 സരസൻ വിഷയവും CPIയെ ഓർമ്മിപ്പിച്ചു. അന്ന് സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് CPIയും മുന്നിൽ നിന്നിരുന്നു. അതിന്റെ ഭാഗമായി അന്നത്തെ മുന്നണി തോറ്റു എന്ന് CPI നേതാക്കൾ ഓർക്കണം. കരുണാകരൻ മുഖ്യമന്ത്രിയായൊക്കെ സരസൻ തിരിച്ചു വന്നു. ആ സരസനെയാണിങ്ങനെ കൊന്നു കുഴിച്ചിട്ടു, പെട്രോൾ ഒഴിച്ച് കൊന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചത് അവിടെ കൊല്ലത്ത്. അതിൻ്റെ കൂടെ അന്ന് CPI നിന്നു. പിന്നീട് ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? CPM ഉൾക്കൊള്ളുന്ന മുന്നണി പരാജയപ്പെട്ടു. ന്യൂസ് ഡെസ്ക്
ന്യൂസ് 18. CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്തു നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ എൻ അനിരുദ്ധൻ CPI നേതാവ്, അദ്ദേഹം കൊല്ലത്ത് നിന്നും ചർച്ചയിൽ ചേരും. എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ശ്രീ എൻ അനിരുദ്ധൻ, നിങ്ങൾ ഉന്നയിച്ച സകല കാര്യങ്ങൾക്കും മറുപടി തന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ, പ്രകോപനമില്ലാതെ വളരെ പക്വതയാർന്ന രീതിയിൽ. നിങ്ങൾക്ക് തൃപ്തികരമാണോ ആ മറുപടി? നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാം വണ്ണം ബോധ്യപ്പെട്ടുവോ? കാര്യങ്ങൾ കോടിയേരിയുടെ പത്രസമ്മേളനത്തിൽ കാനം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പൊതുവിൽ സ്വാഗതം ചെയ്ത രീതിയാണ് CPIക്കുള്ളത്. പക്ഷേ അതിലെ ഉന്നയിച്ച പ്രശ്നങ്ങളിലെല്ലാം കോടിയേരി പറഞ്ഞത് എല്ലാം വസ്തുതകളാണ് എന്നുള്ളത് കൊണ്ടുകൊണ്ട് അതിനൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശങ്കകൾക്കൊന്നും ഇടമില്ലാത്തതാണ് എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ CPI പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളാണ് CPIയുടെ ഭാഗത്തു നിന്നുള്ള അത് കോടിയേരി അംഗീകരിക്കുന്നതാണ്. അതിന് തർക്കമില്ലല്ലോ. ആ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളിച്ചകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ബഹുജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടാൽ വിമർശിക്കുന്നതിനും ആ വിമർശനത്തിൻ്റെ ഫലമായിട്ട് ആ മുന്നണി ശക്തമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് പോകും എന്നുറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ വിമർശിക്കുന്നത്. അതൊരു സ്വദേശപരമായ വിമർശനമായി പരിഗണിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനമല്ല CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭരണം കൊണ്ടുപോകുന്നതിനും ഇന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന മുന്നണിക്കകത്തും ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളിൽ നയപരമായ കാര്യങ്ങളിൽ പുറത്തും പറയാനുള്ള അവകാശം CPIക്കുണ്ട്. ആ അവകാശം നിർവഹിക്കുക അത് മുന്നണിയെ ശക്തിപ്പെടുത്താനാണ്. തീർച്ചയായും ശ്രീ എൻ അനിരുദ്ധൻ, മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടുന്ന ചുമതല നിങ്ങൾക്ക് കൂടെ ഉണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ഭരണപരിചയം അവർക്കുണ്ട്. അവർ രണ്ട് മുന്നണികളിലുമായിട്ട് 10 വർഷത്തിലേറെ ഞങ്ങളെക്കാൾ കൂടുതൽ ഭരിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാനും തിരുത്താനുമൊക്കെയുള്ള അധികാരമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന UAPA, മൂന്നാറിലേത്, വിവരാവകാശ നിയമം, മഹിജയുടെ സമരം, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും, രമൺ ശ്രീവാസ്തവ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിൽ അദ്ദേഹം നൽകിയ മറുപടിയാണോ ജനം വിശ്വസിക്കേണ്ടത്? അതിനെതിരെ നിങ്ങൾ നേരത്തെ ഉന്നയിച്ച വിമർശമാണോ ജനം വിശ്വസിക്കേണ്ടത്? ആ വിമർശനങ്ങൾക്ക് കോടിയേരി പോസിറ്റീവായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള മറുപടി ആക്ഷേപഹാസ്യമായിട്ടൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. തീർച്ചയായിട്ടും കോടിയേരിയുടെ മറുപടിയിനിടയിൽ ഭരണപരിചയത്തിൻ്റെ കൂടുതൽ CPIക്ക് അവരെക്കാൾ ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായും ശ്രീ അനിരുദ്ധൻ, ഞാനൊന്ന് ഇടപെടുന്നത് എന്നോട് ക്ഷമിക്കണം. അതായത് നമുക്കൊരു ഉദാഹരണം എടുത്താൽ, ശ്രീ രമൺ ശ്രീവാസ്തവയുമായി ബന്ധപ്പെട്ട വിഷയം, രമൺ ശ്രീവാസ്തവ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കുറ്റാരോപണങ്ങളിൽ നിന്ന് വിമുക്തനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ആളുകളോട് ഒരേ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് സാധ്യമല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. നോക്കൂ, അത് നിങ്ങൾ പോസിറ്റീവായി തന്നെയല്ലേ എടുക്കുന്നത്? എന്ന് വെച്ചാൽ ഇനിയും അതൊരു ആക്ഷേപമായിട്ട് കൊണ്ടുപോകുന്നത് തെറ്റായതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ടോ CPI? ഭരണത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളെ ഇങ്ങനെ വിമർശിക്കുന്നത് ശത്രുക്കൾക്ക്, ഇടതുപക്ഷത്തിലെ ശത്രുക്കൾക്ക് ആയുധമാകും എന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്കെതിരായിട്ടുള്ള വിമർശം ഇനി തുടരാൻ പാടില്ല എന്ന നിലപാട് CPI എടുത്തിട്ടുണ്ടോ? ഉദാഹരണത്തിനാണ് ആ വിഷയം. ക്രിയേറ്റീവായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന കോടിയേരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയവും എടുത്തുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗുണദോഷഫലങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. തീർച്ചയായിട്ടും രമൺ ശ്രീവാസ്തവയുടെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് നടപടികളെ സംബന്ധിച്ച് കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അത് അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് കോടിയേരിക്ക് അഭിപ്രായം കാണാം.
ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കാണാം. പക്ഷേ ഗവൺമെൻറ്റിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അതിൽ ഏതെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശവും കടമയും CPIക്കുണ്ട്. അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിനെ ശിഥിലപ്പെടുത്താനോ ബലഹീനം ഉണ്ടാക്കാനോ ഒന്നും പറയുന്നതല്ല. മറിച്ച് ക്രിയേറ്റീവായ വിമർശനം കൊണ്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണ് CPI. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ് CPIയുടെ അഭിപ്രായം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ അനിരുദ്ധൻ താങ്കളിലേക്ക്. ശ്രീ ആനത്തലവട്ടം മാനന്ദൻ കോടിയേരിയുടെ വിമർശത്തെ സ്വാഗതം ചെയ്യുന്നു, കോടിയേരിയുടെ പ്രസ്താവനകളെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാടാണ് കാനം രാജേന്ദ്രൻ സ്വീകരിച്ചത്. ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ശ്രീ അനിരുദ്ധനെ പോലുള്ള ആളുകൾക്ക് ഇനി അക്കാര്യത്തിൽ ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലപാടുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. CPIക്ക് നേരാംവണ്ണം മറുപടി കൊടുത്തു. CPIക്കും കാനം രാജേന്ദ്രനും കേട്ടിരിക്കുന്ന ജനത്തിനും പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ സുവ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊടുത്തു, മുന്നോട്ട് വെച്ചു കൊടുത്തു എന്ന് പൂർണ്ണ ബോധ്യമുണ്ടോ? അതിൻ്റെ പ്രതിഫലനമാണോ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള CPI നിലപാടിൽ കാണുന്നത്? ഞാൻ നിങ്ങളുടെ ചാനലിലാണ് മെനങ്ങാന്നെന്ന് തോന്നുന്നു. ഈ പരസ്യ വിവാദങ്ങളൊക്കെ മുന്നണിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളെ അവരെ വിഷമത്തിലാക്കും, അവർക്ക് ദുഃഖമുണ്ടാക്കുന്നതാണ്. ആ ബഹുജനങ്ങൾ ലക്ഷോപലക്ഷം ബഹുജനങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മുന്നണി രൂപപ്പെട്ടെന്ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ്റിലുള്ള കക്ഷികളൊക്കെ തമ്മിൽ പരസ്യ വിവാദം നടത്തുന്നത് അവരെ നിരാശപ്പെടുത്തും. ആ നിരാശ അവർക്ക് ഈ വിവാദങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള ബഹുമാന്യതയിലും കുറവ് വരും, മാന്യതയിലും കുറവ് വരും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ ഈ മുന്നണി ജനങ്ങളുടെ അഭിലാഷത്തിനനുസരണമായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു മുന്നണിയാണ് എന്ന ആത്മവിശ്വാസം ജനങ്ങൾ ഉളവാക്കിയെടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. വിവാദങ്ങൾ നടത്തി ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് വരുത്തലല്ല ഇവിടെ വേണ്ടത്. അത് ശത്രുവിനെ സഹായിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന സമീപനം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ ചാനലിൽ പങ്കെടുത്ത് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ CPIയും CPMും രണ്ട് കക്ഷികളുടെയും നേതാക്കന്മാർ സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ പ്രസ്താവനകളിൽ അവർ ഇക്കാര്യത്തിൽ പരസ്യവിവാദങ്ങൾ ഗുണം ചെയ്യില്ല, ദോഷമാണ് എന്ന ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിപ്രായങ്ങളുണ്ട് ഒരു വ്യത്യസ്ത പാർട്ടികളാകുമ്പോൾ. ആ അഭിപ്രായങ്ങൾ പറയേണ്ട വേദിയിൽ പറയുക, പറഞ്ഞതിന് പരിഹാരം കാണുക. അതിന്നിപ്പോൾ അവസാനം കോടിയേരിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയുണ്ടായി, ഈ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയ ഈ അഭിപ്രായ പഠനങ്ങൾക്ക് പുറമെ അദ്ദേഹം പറഞ്ഞ മറുപടികൾക്ക് പുറമെ ഇനിയും സംശയം തീർന്നില്ലെങ്കിലും ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമുണ്ടെങ്കിൽ തമ്മിൽ രണ്ട് പാർട്ടികൾക്കും സംസാരിക്കാം, മുന്നണിക്ക് സംസാരിക്കാം, ഗവൺമെൻറ് അത് ഉന്നയിക്കാം. അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ച ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമീപനമായിരിക്കണം മുന്നണി സ്വീകരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കാനത്തിന് മേൽ കോടിയേരി ബാലകൃഷ്ണൻ വിജയം നേടിയോ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് CPMൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ്? കോടിയേരി ആയിരുന്നു, കാനമായിരുന്നില്ല, CPM ആയിരുന്നു, CPI ആയിരുന്നില്ല ഈ വിഷയങ്ങളിൽ ശരി എന്നതുകൊണ്ടാണോ കോടിയേരി ബാലകൃഷ്ണൻ വിജയം നേടിയത്? അങ്ങനെ ഈ തർക്കത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള വിജയം നേടിയെന്ന അഭിപ്രായം എനിക്കില്ല. ഇന്നിപ്പോൾ രണ്ട് പ്രസ്താവനകൾ CPMൻ്റെയും CPIയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരുടെ രണ്ട് പ്രസ്താവനകൾ പത്രസമ്മേളനത്തിൽ രണ്ട് പ്രസ്താവനകൾ വന്നിരിക്കുകയാണ്. കാര്യങ്ങൾ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടായതായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്കല്ലാതെ ഇവിടെ ആരെങ്കിലും ജയിച്ചെന്നോ ആരെങ്കിലും സ്കോർ ചെയ്തതെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. എവിടെ CPI നിന്നുവോ എവിടെ CPM നിന്നുവോ അവിടെ തന്നെ വീണ്ടും നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു കാര്യം സജീഷോട് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഈ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പത്രസമ്മേളനത്തെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മയപ്പെട്ടതായിരുന്നു. കാരണം അദ്ദേഹം പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. CPM നേതൃനിരയിൽ തീരെ ധാർഷ്ട്യം ഇല്ലാത്ത വളരെ സംയമനത്തോടുകൂടി വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്ന അപൂർവം നേതാക്കളുള്ള ഒരാളാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പം നമ്മോടൊപ്പം ഈ പാനലിലുള്ള ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇവരെപ്പോഴുള്ള. അതുകൊണ്ട് ഇത് വളരെ മയപ്പെട്ട ഭാഷയിൽ സംസാരിച്ചു എന്നതിനപ്പുറത്ത് മറ്റൊരു കാര്യമില്ല. ഞാൻ രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് CPIയെ
കോടിയേരി ബാലകൃഷ്ണൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അദ്ദേഹം MA ബേബി പറഞ്ഞ പ്രസ്താവനകൾ അദ്ദേഹം സൂചിപ്പിച്ചെങ്കിലും അത് വിസ്മരിച്ചുകൊണ്ട്, അതിനുശേഷം കാനത്തിനെതിരായിട്ട് EP ജയരാജൻ മുന്നോട്ട് വെച്ച ചില പ്രസ്താവനകൾ അത് വിസ്മരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുകയാണ് CPI ചെയ്തത്. സർക്കാരിനെതിരായിട്ട് പരസ്യ വിമർശനം ഉന്നയിക്കുന്നത് സർക്കാരിനെ ദുർബലമാക്കും മുതലായ CPIയെ വളരെ കൃത്യമായിട്ട് പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്നത്തെ കോടിയേരിയുടെയും കാനത്തിൻ്റെയും പ്രസ്താവനകളിലെ ഒരു രാഷ്ട്രീയം എന്ന് ഞാൻ കാണുന്നത് പരസ്പരമുള്ള കുറ്റാരോപണങ്ങൾക്കപ്പുറത്ത് കോടിയേരി പറഞ്ഞു ഇത് സംബന്ധിച്ച് നമുക്ക് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങളും തയ്യാറാണെന്ന് CPIയുടെ സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞു. പക്ഷേ സനീഷ്, ഇവിടുത്തെ പ്രധാന പ്രശ്നം ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല എന്നുള്ളതാണ്. അതാണ് ശ്രീ കോടിയേരിയുടെ പ്രസ്താവനയിലെ പത്രസമ്മേളനത്തിലെ രണ്ടാമത്തെ ഭാഗം. അതായത് CPI മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, ചില പ്രശ്നങ്ങൾ, ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളിൽ പ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ചകൾ എന്ന് CPI കരുതുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിനെ എല്ലാം നിരാകരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹിജയുടെ സംഭവത്തിൽ, വിവരാവകാശ നിയമം സംബന്ധിച്ച കാര്യങ്ങളിൽ, മൂന്നാർ പോലുള്ള കാര്യങ്ങളിൽ, വയനാട്ടിലെ മാവോയിസ്റ്റ് കൊല, ഈ കാര്യങ്ങളിലെല്ലാം CPI എടുത്ത നിലപാടിനെ പൂർണ്ണമായി നിരാകരിക്കുകയും ഒരു തീരുമാനത്തിലെത്തുന്ന, ഒരു ന്യായാധിപൻ്റെ മട്ടിൽ ഒരു തീരുമാനത്തിലെത്തുന്നില്ല. ഇതൊന്നും ശരിയല്ല, ഓരോന്നും നമുക്ക് പിന്നീട് വേണേൽ പറയാം, ഓരോരോ കാര്യങ്ങളിലും. അവസാനം മഹിജയുടെ കാര്യത്തിൽ പോലും എന്തിന് DGP ഓഫീസിൻ്റെ മുമ്പിലേക്ക് വന്നു, അതുപോലെ ഒരു കുറ്റാരോപണമായിട്ട് കണ്ടുകൊണ്ട് CPIയെ കൃത്യമായിട്ട് നിരാകരിക്കുന്ന, ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞതിനെ കൃത്യമായി നിരാകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിധി പറഞ്ഞിരിക്കുന്നു. CPM നേരത്തെ പറഞ്ഞ, ശ്രീ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ അതിനപ്പുറത്തേക്ക് മാറാതെ ഒരു ചർച്ചയ്ക്ക് യാതൊരു അവസരവും സ്കോപ്പുമില്ലാത്ത രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ അടയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഞാൻ തൽക്കാലം കാണുന്നില്ല. രണ്ടു കൂട്ടരും ചർച്ചയെപ്പറ്റി പറഞ്ഞെങ്കിലും CPM ആ നിലപാടിൽ നിന്ന് മാറ്റുന്നില്ല. CPM നിലപാടിൽ നിന്ന് മാറ്റും, CPIയും നിലപാടിൽ നിന്ന് യാതൊരു മാറ്റമില്ല. അവരും പറഞ്ഞത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കാതിരിക്കാൻ സർക്കാരും തയ്യാറാവണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എവിടെയാണോ വഞ്ചി ഇന്നലെ നിന്നിരുന്നത് അവിടെ തന്നെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ അല്ല ആരെങ്കിലും തോറ്റോ ആരെങ്കിലും ചോദിച്ചു. നമുക്ക് നാളെ അറിയാം CPI അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എങ്കിൽ ഒരുപക്ഷെ കോടിയേരിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിന് അനുകൂലമായ ഫലമുണ്ടായി എന്ന് നമുക്ക് കരുതാം. ശ്രീ അനിരുദ്ധൻ, ക്രിയാത്മക വിമർശം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിമർശിക്കാനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട്, അവർക്ക് പ്രത്യേകമായ രാഷ്ട്രീയ നിലപാടുണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കരുത് എന്ന നിലപാട് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിയാത്മകമായ വിമർശം സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയും കാനം മുന്നോട്ട് വെച്ച എല്ലാ വിഷയങ്ങളെയും തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ്, ഇതെല്ലാം തെറ്റാണ് എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അത് വസ്തുതകൾ വെച്ച് മുറിച്ചു കളയുകയാണ്. ഇതൊന്നും വസ്തുതാപരമല്ല. നോക്കൂ, നിലമ്പൂർ കാട്ടിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവം നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റുള്ളിടങ്ങളിലെ മാവോയിസ്റ്റ് കൊലപാതകങ്ങൾ പോലെ വ്യാജ ഏറ്റുമുട്ടലുകൾ പോലെയുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ അത് കസ്റ്റഡിയിലെടുത്ത് പിടിച്ചുകൊണ്ടുപോയി മറ്റൊരിടത്ത് വെടിവെച്ച് കൊന്നാൽ മാത്രമേ ഈ പറയുന്ന വ്യാജ ഏറ്റുമുട്ടലാകൂ. ഇത് ഏറ്റുമുട്ടൽ തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ വസ്തുതാപരമല്ല കാനത്തിൻ്റെ വിമർശം. വർഗീസ് വിഷയത്തെ സത്യവാങ്മൂലം ഞങ്ങളുണ്ടാക്കിയതല്ല. UDF സർക്കാരിൻ്റെ കാലത്ത് കാലം മാറിയതറിയാതെയുള്ള വക്കീൽ കൊണ്ടുപോയി കൊടുത്താണ്, തിരുത്തും. നിങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ വിമർശങ്ങളെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. രണ്ടും കൂടെ ശരിയാവുക സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഈ വിഷയങ്ങളിൽ നിന്ന് നാട്ടുകാർ കാണണം, വിശ്വസിക്കണം. അല്ലെങ്കിൽ ഇന്ന് വസ്തുതാപരമായിട്ട് കാനം രാജേന്ദ്രൻ ഇന്നലെ പറഞ്ഞതിനേക്കാൾ സുവ്യക്തമായിട്ട് കോടിയേരി മുറിച്ച് കളഞ്ഞിടത്താണ് വസ്തുത എന്ന് വരണം. ഈ രണ്ടും കൂടെ നിങ്ങൾ രണ്ടഭിപ്രായങ്ങളുമായിട്ട് ഇങ്ങനെ രണ്ടിടത്ത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ രണ്ടിടത്ത് നിൽക്കുകയും എന്നിട്ട് ഞങ്ങൾ ഇടതുപക്ഷ ഐക്യവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന നാട്ടുകാരെ പറ്റിക്കലായിരിക്കും. അല്ല, ഒരു ദോഷൈകതൃക്കൾക്ക് മാത്രമേ കോടിയേരിയുടെ പത്രസമ്മേളനത്തെ ഏകപക്ഷീയമായ CPIയുടെ നിലപാടുകളെ നിരാകരിക്കുന്നതാണെന്ന് പറയാൻ കഴിയും. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളിന് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പരസ്പരം അഭിപ്രായ ഐക്യത്തിന് വേണ്ടിയുള്ള വിമർശനങ്ങളാണ് നടക്കുന്നത്. ശ്രീ അനിരുദ്ധൻ എന്നോട് ക്ഷമിക്കണം, ഞാനൊന്നുകൂടെ വിട്ടുകൊള്ളട്ടെ. ശ്രീ അനിരുദ്ധൻ, ഈ പറയുന്ന നമുക്ക് ദോഷേകതൃക്കല്ലാതെ നിഷ്പക്ഷമായി നിന്ന് നോക്കാം. ആദ്യത്തെ വിഷയം, നിലമ്പൂരിലേത് വ്യാജ ഏറ്റുമുട്ടലല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. അത് ഏറ്റുമുട്ടലാണ്, അവരങ്ങനെ തന്നെ കൊല്ലപ്പെടേണ്ടുന്ന ആളുകളാണ്, മറ്റൊരു മാർഗവും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന CPM നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കോടിയേരി പറഞ്ഞതിനൊരു ചെറിയ കറക്ഷനുണ്ട്. കോടിയേരി അത് പറയുകയും ചെയ്തു.
അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം, ഒരു മിനിസ്റ്റീരിയൽ അന്വേഷണം നടക്കുകയാണ്. ആ മിനിസ്റ്റീരിയൽ അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അത് ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോഴേ അഡ്വാൻസായി ശരിതെറ്റുകൾ തീരുമാനിക്കുന്നതിൽ ന്യായമുണ്ടോ? ന്യായമില്ല, അനിരുദ്ധൻ ന്യായമില്ല. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന്, അത് അങ്ങനെ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് അത് തെറ്റായിരുന്നു എന്ന നിലപാട് വെച്ച്, ഒരു നിമിഷം ശ്രീ അനിരുദ്ധൻ, അങ്ങനെ അന്വേഷണം നടന്ന് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് തെറ്റായിരുന്നു എന്ന നിലപാട് വെച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയത് ഇടത് ഐക്യം എന്നതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടല്ലേ? അത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കലല്ലേ? അത് CPIയെ പോലെ ഒരു രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ? അക്കാര്യത്തിൽ കാനത്തിന് പിഴച്ചില്ലേ? അത് സമ്മതിക്കേണ്ടി വരികയില്ലേ അങ്ങനെയാണെങ്കിൽ? കാനം അങ്ങനല്ല പറഞ്ഞത്. കാനം ഒരു ജനറൽ തത്വമാണ് പറഞ്ഞത്. ആരെയും പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രത്താൽ പ്രേരിതമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ കൊന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ എന്ന് പറയുന്ന നിലപാട് പൊതുവിൽ തെറ്റാണ്. അത് CPIയുടെ അഭിപ്രായമാണ്. അത് ശരിയാണെന്ന് CPM-കാരും വാദിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇല്ലെന്നാണ് കോടിയേരിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും ഒരു പ്രത്യയശാസ്ത്ര പ്രേരിതമായി ഇങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടതും അതിനെ സപ്രസ് ചെയ്യേണ്ടതും അത് ഒരു ഗവൺമെൻറ് ചിലപ്പോൾ ചില എക്സ്റ്റൻറ്റ് വരെ പോകേണ്ടി വരും. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ നടന്ന വസ്തുതകൾ എന്തെന്നുള്ളത് പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്ന നമുക്ക് ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന് അതിന്മേലുണ്ടാകുന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്താൽ തീരുമാനിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അത് ഒരു വ്യത്യസ്ത അഭിപ്രായമാണ്, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അഭിപ്രായമാണ് എന്ന രീതിയിൽ CPI കാണുന്നതേയില്ല. CPIയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഏത് പ്രത്യയശാസ്ത്ര പ്രേരിതമായ സമരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അനിഹിലേറ്റ് ചെയ്യുക എന്ന ഒരു നിലപാടിനോട് CPI എതിര് തന്നെയാണ്. ഇവിടെയും അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിര് തന്നെ, സംശയമില്ല. അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തന്നെയാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അത് പോലീസിന്റെ വീര്യം കെടുത്തുന്ന നടപടിയാവരുത്. ഞാൻ തിരിച്ചു വരാം ശ്രീ അനിരുദ്ധൻ. പോലീസിന്റെ വീര്യം കെടുത്തുന്ന നടപടികളിലേക്ക് പോകരുത്, അതുകൊണ്ട് വിമർശം പാടില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരു അഭിപ്രായം CPIക്കുണ്ടാകും. അതിനെ അറുത്തുമുറിച്ച് കളയുന്ന മട്ടിൽ വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അങ്ങനെ ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും കൊല്ലത്ത് നടന്ന പഴയ സരസൻ സംഭവത്തിൻ്റെയും ഒക്കെ ഉദാഹരണം പറഞ്ഞ് അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക കൂടെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വലിയ പാർട്ടിയായ CPM ചെയ്തത്, അല്ലേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ തമ്മിൽ വലിയ അടിച്ചമർത്തലാണ് ചെയ്തത്. CPI പ്രകോപിപ്പിച്ച് തിരിച്ചെന്തെങ്കിലും പറയിക്കുക കൊള്ളാം, നല്ല രാഷ്ട്രീയം കൊള്ളാം. പക്ഷേ ഇവിടെ കോടിയേരി പറഞ്ഞെന്ന് നിങ്ങൾ അനിരുദ്ധനോട് പറയുക. കോടിയേരി പറഞ്ഞോ ഇതിലെല്ലാം വെടിവെച്ച് കൊന്നത് ശരിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? കോടിയേരി പറഞ്ഞത് സംഘടനത്തിലൂടെയാണോ മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഒരു അന്വേഷണ കമ്മീഷൻ്റെ നിഗമനം വരാതെ നേരത്തെ നിങ്ങൾ തന്നെ ചോദിച്ചതുപോലെ ഇത് ശരിയോ തെറ്റോ എന്നെങ്ങനെ പറയും? ഒരു നയപരമായിട്ടാണെങ്കിൽ CPIയുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ ആശയപരമായ ഏതെങ്കിലും ആശയം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ഗ്രൂപ്പുകളെയോ വെടിവെച്ച് കൊല്ലുന്ന സമീപനം CPM-നുമില്ല. അത് CPIയും ഇടതുപക്ഷ പാർട്ടികളുടെ സമീപനം തന്നെയാണത്. അത് ഇവിടെ നിലമ്പൂരിൽ നടന്ന ഏറ്റുമുട്ടലിന് കൊലയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷണർ റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റുമുട്ടലിലാണോ മരിച്ചത്, അതോ ഉറങ്ങിക്കിടന്ന് നിരപരാധികളെ വെടിവെച്ച് കൊന്നോ എന്നെല്ലാം അപ്പം നമുക്ക് തീരുമാനത്തിലെത്താം. ആശയപരമായി ഇത് വെച്ച് പുലർത്തുന്ന ആൾക്കാരെ വെടിവെച്ചുകൊള്ളുന്ന സമീപനം CPIക്കുമില്ല, CPM-നുമില്ല. അതാണ് അതേ സംബന്ധിച്ചുള്ളത്. വിവാദത്തിൻ്റെ പ്രശ്നമില്ല. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് വിവരാവകാശ നിയമം സംബന്ധിച്ചാണ്. അത് വളരെ ക്ലിയർ കട്ടായി ചർച്ചയല്ല. ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് തന്നെ ക്യാബിനറ്റ് നോട്ടും ക്യാബിനറ്റ് തീരുമാനങ്ങളും എല്ലാം നൽകുന്നുണ്ട്. ഇനിയും ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ക്യാബിനറ്റിൽ തന്നെ ചർച്ച ചെയ്യാം, LDF-ൽ ചർച്ച ചെയ്യാം എന്നും പറയുകയുണ്ടായി. പിന്നെ ആ പ്രശ്നം നിലനിൽക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം മഹിജയുടെ കാര്യമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം അതുപോലെ രണ്ട് പാർട്ടിക്ക് നിലനിർത്താം. ഞങ്ങൾ പറയുന്നത് മഹിജ അവിടെ DGP ഓഫീസിന് മുമ്പിൽ സമരത്തിന് പോകേണ്ട പ്രശ്നമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്തിനു പോയി എന്ന ചോദ്യം വരുന്നത്. മഹിജ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലുള്ളതായിരുന്നു. അവർക്ക് പാർട്ടി ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ
അവസാനം പാർട്ടിയുമായി ബന്ധപ്പെടാതെ തന്നെ SUCI ബന്ധപ്പെട്ട് അവിടെ DGP ഓഫീസിന് മുമ്പിലേക്ക് പോവുകയാണ്. DGP ഓഫീസിന് മുമ്പിൽ പോണത് പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ്, പ്രതികളെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, പ്രതികളെ പിടിക്കാത്ത കാര്യം, പിടിക്കാത്ത പോലീസിൻ്റെ അടുത്ത് തന്നെ പോയി നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഞാൻ തിരിച്ചു മുഴുവൻ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ആകും. അത് വേണ്ട. അദ്ദേഹം എല്ലാം ഒന്നൊന്നായിട്ട് മറുപടി പറഞ്ഞാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. DGP ഓഫീസിന് മുമ്പിൽ പോയത് അതൊരു ആണ്. അത് കാര്യങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആനന്ദമാനന്ദൻ, ശ്രീ എൻ അനിരുദ്ധൻ, രണ്ടുപേരിലേക്കും വരാം. രണ്ടുപേരും മുതിർന്ന ആളുകളാണ്, ഈ പരസ്പരം സൗഹൃദത്തോടെ സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കിടയിൽ ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കവും വഴക്കും ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കരുതുന്നേയില്ല. എൻ്റെ ചോദ്യങ്ങൾ, ഈ ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഏതായാലും ഇന്നത്തെ ദിവസം ഈ രണ്ടാളുകളും ചേർന്ന് വഴക്കിടാനൊന്നും പോകുന്നില്ല. പക്ഷേ അപ്പോൾ തന്നെയും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളിലെയും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പാർട്ടികളാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തവും നിറയെ സമയമെടുത്തും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് CPIയുടെ അഭിപ്രായങ്ങൾ അവർ പറയാതിരിക്കുമോ? അവർക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഈ സരസൻ സംഭവം വെച്ച് ഒടുവിൽ നിങ്ങൾക്ക് കൂടെ ചേർന്ന മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകും. രണ്ട്, ഇടത് ഐക്യം പരമപ്രധാനമാണ്. ഈ രണ്ട് സംഗതികൾ വെച്ച് ഇനി അങ്ങോട്ടുള്ള ഭരണകാലത്ത് CPIയെ ഒരു വിമർശനങ്ങൾക്കും മുതിരാത്ത വിധത്തിലേക്ക് നിശബ്ദരാക്കാൻ CPMന് സാധിക്കുമോ? സനീഷ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇവിടെ സരസൻ സംഭവത്തെക്കുറിച്ച് വളരെ സരസമായിട്ട് തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശരിയാണ്, സരസൻ സംഭവത്തിൽ CPI എടുത്തൊരു നിലപാടിനെക്കുറിച്ച് ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ മറ്റൊരു കാര്യം ഞാൻ താങ്കൾ ശ്രദ്ധപ്പെടുത്തും. ഇന്നിപ്പോൾ ശ്രീ രമൺ ശ്രീവാസ്തവയെ പോലീസിൻ്റെ അഡ്വൈസറാക്കിയതിനെക്കുറിച്ചുള്ള ഒരു തർക്കം വന്നു. വാസ്തവത്തിൽ രമൺ ശ്രീവാസ്തവയുടെ പിന്നെ പഴയകാല പാരമ്പര്യം മാത്രമല്ല അതിനെ വിമർശിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമുക്കൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനെ ഒരാളെ ഉപദേഷ്ടാവാക്കി വെക്കുന്ന പോലെ, ഒരു മാധ്യമ വിദഗ്ധനെ ഉപദേഷ്ടാവാക്കി വെക്കുന്ന പോലെ, ഒരു ശാസ്ത്രജ്ഞനെ ഉപദേഷ്ടാക്കി വെക്കുന്ന പോലെ അല്ലിത്. ഇതൊരു വകുപ്പിൻ്റെ പ്രവർത്തനത്തിന് ഉപദേശം നൽകാൻ, അതായത് ഇവിടെ ആഭ്യന്തരമന്ത്രിയുണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, DGP ഉണ്ട്, പല DGPമാരുണ്ട്. ഇവരുടെയൊക്കെ മുകളിൽ ശ്രീവാസ്തവയെ പോലെ. പക്ഷേ അത് വകുപ്പിൻ്റെ എന്നല്ല, പോലീസിൻ്റെ എന്ന് മാത്രം പറഞ്ഞു എന്നാണ്. വകുപ്പല്ല, പോലീസിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി പറഞ്ഞു. പോലീസ് വകുപ്പിന് മന്ത്രിയുണ്ട്, അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, DGPമാരുണ്ട്. അപ്പോൾ ആ വകുപ്പിൻ്റെ പോലീസ് പ്രവർത്തനത്തിന് ഒരു ഉപദേഷ്ടാവിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള തർക്കം. ഞാൻ പറഞ്ഞു വന്നത് സരസനെ കുറിച്ച് പറഞ്ഞല്ലോ. സരസൻ്റെ കാര്യത്തിൽ CPI എടുത്ത ഒരു നിലപാട്, വാസ്തവത്തിൽ സനീഷെ രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിൽ എന്താണ് നിലപാടെടുത്തിരുന്നത് പഴയ CPM? അങ്ങനെയാണെങ്കിൽ അന്ന് എന്താ പറഞ്ഞിരുന്നത്? ഏറ്റവും കൂടുതൽ രമൺ ശ്രീവാസ്തവയ്ക്കെതിരായിട്ട് പരസ്യമായി മുദ്രാവാക്യം വിളിക്കുകയും തെരുവിലിറങ്ങുകയും ചെയ്തവരാണ്. ആ മുദ്രാവാക്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ചാരനായ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്ന ചാരമുഖ്യനായ മുഖ്യമന്ത്രി കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. സരസനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ രമൺ ശ്രീവാസ്തവയെക്കുറിച്ചും പണ്ട് CPM പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രമൺ ശ്രീവാസ്തവ കുറ്റവിമുക്തനായി എന്ന് പറയുന്നത് രണ്ട് ആ ഇരട്ടത്താപ്പ് വേണം. അത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ താങ്കൾ ചോദിച്ചൊരു കാര്യം, നമ്മൾ ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചോദിച്ചോട്ടെ. കോടിയേരി എന്താ പറയുന്നത്? മൂന്നാറിലെ കാര്യങ്ങളിൽ ഞങ്ങളാണ് പിന്നെ കയ്യേറ്റം ഒഴിവാക്കാൻ വേണ്ടി നടപടിയെടുത്തുന്ന, ഞങ്ങളാണ് മുന്നിട്ട് ഇറങ്ങിയെന്ന നമ്മൾ കണ്ടതാണ്. താങ്കളുടെ ഈ ചാനലിലെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്ന ഒരു സബ് കളക്ടറെ പരസ്യമായി അവഹേളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന CPM നേതാക്കളെ, MLA അടക്കമുള്ളവരെ നമ്മൾ കണ്ടതല്ല എന്നാണ് കോടിയേരി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് CPM നേതാക്കളല്ല, CPM നേതാക്കൾ അവരെ രക്ഷപ്പെടുത്താനാണ് പോയത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ. അത് നമുക്ക് DGP ഓഫീസിന് മുമ്പിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വളരെ രസകരമായ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കണ്ട. അവിടെ നിൽക്കട്ടെ, വിവരാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് എന്താ പറഞ്ഞത്? CPI പറഞ്ഞത് ചില കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തപ്പോഴാണ് CPI എതിർത്തെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ കൃത്യമായിട്ട് വരുന്നില്ല. ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയങ്ങൾ വെബ്സൈറ്റുകൾ വഴി മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ നിലമ്പൂരിലെ കാര്യം ഇവിടെ അനിരുദ്ധം പറഞ്ഞല്ലോ, അത് ഏറ്റുമുട്ടലിൽ പിന്നെ വ്യാജ ഏറ്റുമുട്ടൽ നല്ല CPI പറഞ്ഞത്. പ്രത്യയശാസ്ത്രപരമായി സമരം നയിക്കുന്നവരെ ഏതിൻ്റെ പേരിലാണെങ്കിലും വെടിവെച്ച് കൊല്ലണോ? ഈ വക കാര്യങ്ങളിൽ ഇപ്പോഴും CPI ഒരിടത്ത് നിൽക്കുന്നു, CPM ഒരിടത്ത് നിൽക്കുന്നു. ഞാനൊരു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1967 ശ്രീ ആനത്തിലോട്ടോ ആനന്ദനും ശ്രീ അനിരുദ്ധനൊക്കെ നല്ല ഓർമ്മയുള്ളതാണ്. 117 സീറ്റുമായിട്ട്
ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നേതൃത്വത്തിലുള്ള സപ്തകക്ഷ മുന്നണി അധികാരത്തിൽ വന്ന് അന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുയോഗത്തിൽ ശ്രീ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു 117 സീറ്റാണ്, കോൺഗ്രസിന് ഒരു 9 സീറ്റാണ്. അന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. അതുപോലെ കൃത്യമായ ശക്തമായ മാൻഡേറ്റുമായിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. 10 മാസത്തിനുള്ളിൽ സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ച്, നയത്തെക്കുറിച്ച്, സർക്കാരിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ CPI വളരെ ശക്തമായിട്ട്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് പ്രധാന പരാതി. ആഭ്യന്തര വകുപ്പും റവന്യൂ വകുപ്പും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. ഇത് ഈ 2 പത്രസമ്മേളനം വഴി തീരുമെന്നോ അല്ലെങ്കിൽ ഇതിൽ കോടിയേരി ജയിച്ചെന്നോ കാനം ജയിച്ചെന്നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചർച്ച എന്ന് പറഞ്ഞ ഒരു വാചകം ഞാൻ പറഞ്ഞല്ലോ, അതാണ് പ്രധാനപ്പെട്ട പൊളിറ്റിക്സ്. പക്ഷേ ആ ചർച്ചയ്ക്കുള്ള ഒരു സ്കോപ്പ് ഇന്ന് പ്രധാനപ്പെട്ട കക്ഷിയായ മുന്നണിയെ നയിക്കുന്ന CPIൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിൽ അതിനുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നില്ല. രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ചയിലേക്ക് എങ്ങുന്നില്ലെങ്കിൽ, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നില്ലെങ്കിൽ CPI ആണ്. നമുക്ക് ഒരു കാര്യം പറയാം, ഇത് വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും ഒക്കെ ചെയ്തതുപോലെ അവർ CPMനെ പേടിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, നേതാക്കളുമല്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഇപ്പം 10 വർഷം കൂടുതൽ ഭരിച്ച കാര്യം പറഞ്ഞല്ലോ, വേണമെങ്കിൽ കോടിയേരിക്ക് കേന്ദ്രത്തിലും ഭരിച്ചു പാരമ്പര്യമുള്ള ഒരു CPI ആണ്, വലിയ പാർട്ടിയാണ് നിങ്ങളെന്ന് വേണമെങ്കിൽ നാളെ പരിഹസിക്കാവുന്നതേ ഉള്ളൂ. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, സരസൻ സംഭവത്തിൽ അന്ന് CPI തെറ്റായ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെ വിചാരിക്കുക, സമ്മതിക്കുക. അന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ രമൺ ശ്രീവാസ്തവ വിഷയത്തിൽ അന്ന് സ്വീകരിച്ച നിലപാടിൽ CPM നിൽക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ CPMന് അതിനെ വളരെ എളുപ്പത്തിൽ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ സാധിക്കുന്നുമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, CPI ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത് തെറ്റായ കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർക്ക് മേൽ ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും പ്രതിപക്ഷത്തിന് ആയുധമാകുമെന്നൊക്കെയുള്ള ഭാരം അങ്ങോട്ട് എടുത്തു വെച്ച് കൊടുക്കുക. ഈ വല്യേട്ടൻ കളി വല്ലാതെ രോഷപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന അവരല്ലേ കുറെ കൂടെ മാന്യമായിട്ടുള്ള നിലപാട് മുന്നണിക്കകത്ത് സ്വീകരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് CPIയിൽ വേണമെങ്കിൽ ചേരാം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഈ രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിൽ, രമൺ ശ്രീവാസ്തവ ഇവിടെ DGP ആയിരുന്നു എപ്പോൾ CPIയും CPMും ചേർന്നുള്ള മുന്നണി ഭരിക്കുന്ന കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. രമൺ ശ്രീവാസ്തവ DGP ആക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോപിക്കപ്പെടുന്ന കേസുകളിലെല്ലാം അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ട് കേസുകളെല്ലാം ഇല്ലാതായി. അതിനുശേഷം അദ്ദേഹം കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയായി വേറെ ചുമതലകളൊക്കെ വഹിച്ചതിന് ശേഷം വന്നു. പോലീസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അദ്ദേഹത്തെ ഒരു ഉപദേശകനായി വേണമെന്ന് തോന്നി. അദ്ദേഹത്തെ ഉപദേശകനായി വെച്ചു. അതാണോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ പ്രശ്നം? ആ രമൺ ശ്രീവാസ്തവ DGP ആക്കി വെച്ചതാണോ? അതോ ഇന്ന് കേന്ദ്രം അരി തരാത്തതിൻ്റെ ഫലമായി ആളുകൾക്ക് സമയത്ത് അരി കൊടുക്കാൻ കഴിയാത്ത പ്രശ്നമാണോ പ്രധാനം? അത് അടിയിലാകുന്നവരല്ലേ ഈ പ്രശ്നം ഉന്നയിക്കുക? ഇന്ന് കേരളം നേരിടുന്ന അതിസങ്കീർണങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലതെല്ലാം ഈ ഗവൺമെൻറ് KSRTC കട്ടപ്പുറത്തായതിൻ്റെ ഇല്ലാതാകാൻ പോകണം. അതിനെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിക്കുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ? കാർഷിക മേഖലയിൽ ഈ ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ, തരിച്ചു കിടന്ന ഭൂമികളെല്ലാം വെള്ളഭൂമിയാക്കി മാറ്റാൻ കൃഷി ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ജനപങ്കാളിത്തത്തോടു കൂടി. അതുപോലെ തന്നെ ഈ പാർപ്പിടമില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ 1,00,000 വീട് ഈ വർഷം പൂർത്തിയാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അടിയിലാകുകയല്ലേ ഈ വിവാദങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട്? ഇതൊക്കെ എന്നോടുള്ള ചോദ്യങ്ങളല്ലോ, ഇതൊക്കെ CPIയോടുള്ള ചോദ്യങ്ങളല്ലേ? CPI ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രചാരണ വിഷയമാക്കേണ്ടത് മറ്റു രമൺ ശ്രീവാസ്തവയോ വിവരാവകാശ നിയമമോ ഒന്നുമല്ല, ഇത്തരം ജനകീയ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവർ രംഗത്ത് വന്നുകൊള്ളും എന്ന ശുഭാപ്തി വിശ്വാസം താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും ആയി കഴിഞ്ഞോ? ആകണമല്ലോ, എന്നാലേ ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടുകയുള്ളൂ. ഇടതുപക്ഷ മുന്നണിയെ വലിയ വിശ്വാസം അർപ്പിച്ച ജനലക്ഷങ്ങളുണ്ടല്ലോ. ആ ജനലക്ഷങ്ങൾ അവരുടെ ആഗ്രഹത്തിനനുസരണമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാവണ്ടേ? അല്ല ഇടതുപക്ഷ മുന്നണിയാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ മതിയോ? അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വിധത്തിൽ ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. ഭരണപരമായി ഇതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് അതിനെ പർവ്വതീകരിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ പ്രതിപക്ഷത്തിന് സഹായകരമായ ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിലാണ് നടന്ന ചർച്ച.
ആ ചർച്ച ഇവിടെ ടോപ്പിക് ക്ലോസ് ചെയ്യുന്നു. ഇരുകൂട്ടരും കൂടി അങ്ങനെ ഒരു പരസ്യ സംവാദം ആവശ്യമില്ലാത്തതാണ്, അത് ഒഴിവാക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ ഗവൺമെൻറ് തലത്തിലോ ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്നൊരു ധാരണയിലെത്തി. എന്നാലും വിടില്ലെന്ന് പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞു, നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകണം, ആ കാര്യം സ്വാഗതം ചെയ്തിട്ടുമുണ്ട് CPI താങ്കളടക്കമുള്ള ആളുകൾ. ഇനി മുതൽ നിലമ്പൂരിലെ ഏറ്റുമുട്ടൽ കാര്യങ്ങൾ, UAPA, വിവരാവകാശ നിയമം, വർഗീസ് വിഷയത്തിലെ സത്യവാങ്മൂലം, മഹിജയുടെ സമരം, മൂന്നാർ വിഷയം, രമൺ ശ്രീവാസ്തവ, പ്രകാശ് കാരാട്ടിൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്, ഈ പറയുന്ന സംഗതികളിലൊന്നും പരസ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തെ കാര്യങ്ങൾ വിമർശിക്കാനായിട്ട് പാടുള്ളതല്ല. വെറുതെ നിങ്ങൾ തമ്മിൽ തർക്കിച്ച് പരസ്പരമുള്ള ഐക്യം ഇനി തകർക്കാനൊന്നും പാടില്ല, നല്ല നിലക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി ഈ വിഷയങ്ങളൊന്നും പറയാതിരിക്കുമോ? ഹലോ, ശ്രീ അനിരുദ്ധൻ, താങ്കളോടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുമ്മിയാൽ തെറിക്കുന്ന മൂക്കൊന്നുമല്ല. അത് വിമർശനം കൊണ്ടോ പരസ്പര ആശയവിനിമയം നടത്തിയത് കൊണ്ടോ അത് ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല, പക്ഷേ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ കോടിയേരി ഇന്ന് പത്രസമ്മേളനം നടത്തിയത് ഈ ചവറ സരസൻ്റെ വിഷയമൊക്കെ പറഞ്ഞു. എന്താ പ്രസക്തി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ചവറയിൽ ആ സംഭവത്തിന് നടക്കുന്ന കാലഘട്ടത്തിൽ നേരിട്ട് അനുഭവമുള്ളവനാണ് ഞാൻ. സമസ്ത കക്ഷികളും പ്രാദേശികമായി ഈ സരസൻ്റെ തിരോധാനത്തിനെ അന്വേഷിച്ച് അത് ബോധ്യപ്പെടുത്തണമെന്നും അയാളെ വധിച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് CPIയും CPM കോൺഗ്രസും എല്ലാം ആർ എസ് പിയുടെ ഒരു വിഭാഗം അന്ന് തന്നെ ആ ചവറ പ്രദേശത്തെ ഉള്ളവരും എല്ലാവരും കൂടെ ഒരു പൊതുവിഷയമായിട്ടെടുത്ത് സമരം ചെയ്യുകയായിരുന്നു. ആ സമരത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആ വിഷയം പിന്നെ കൂടുതൽ കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് കണ്ടപ്പം പിൻവാങ്ങാൻ പാർട്ടി ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് അത് നടപ്പാക്കുകയും ചെയ്ത ആളുകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നല്ലോണം പറയാം, അതിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. പക്ഷേ ശ്രീ അനിരുദ്ധൻ, ഒരു നിമിഷം ശ്രീ അനിരുദ്ധൻ, പക്ഷേ CPM ആ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. CPMന്റെ ഒരു നേതാക്കളും സരസൻ സംഭവത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ വിമർശിച്ചിരുന്നില്ല. നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. CPM നേതാക്കൾ ആരും അക്കാര്യത്തിൽ CPIയുടെ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഭാസ്കരനാണ്. CPI നേതാക്കൾ ആരും ഇതിൽ പ്രത്യേകമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. മറിച്ച് അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണ് അതിൽ ഇടപെടുകയും ആ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്ത് അവർ പിന്തിരിയുകയും ചെയ്തു. ശ്രീ അനിരുദ്ധൻ, പക്ഷേ CPMന്റെ പ്രാദേശിക നേതാക്കൾ പോലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പങ്കെടുത്തവരാണ്. ശ്രീ അനിരുദ്ധൻ, CPMന്റെ പ്രാദേശിക നേതാക്കൾ പോലും പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഭാസ്കരൻ സഖാവ് MK ഭാസ്കരൻ, അതിനോട് സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരനാണ് ആ സഖാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം ചെയ്ത് പിന്തിരിപ്പിച്ചിട്ടുള്ളത്. അന്ന് എനിക്ക് നേരിട്ടറിവുള്ളതാണ്. അതിനെ CPI അക്യൂസ് ചെയ്യാനായിട്ട് ആ വിഷയം എടുക്കുന്നതിൽ അത് വളരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ രമൺ ശ്രീവാസ്തവയുടെ വിഷയം പിന്നെ വിവരാവകാശ നിയമത്തിൻ്റെ വിഷയം, ഈ വിഷയങ്ങളെല്ലാം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കുവാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയണം. അതിന് വീഴ്ചകളോ ഏതെങ്കിലും അപഭ്രംശമോ സംഭവിക്കുകയാണെങ്കിൽ അത് പറയാനും തിരുത്താനും ആ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുവാനുമുള്ള അവകാശം CPIക്കുണ്ട്. ആ CPI ആ നിലപാടിൽ നിന്ന് മാറുന്ന വിഷയമേ ഇല്ല. മറിച്ച് അവരും ആ നിലപാടിൽ തന്നെ ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി നിലപാടെടുക്കും എന്നാണ് CPMൻ്റെയും പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള. അതിന് വ്യത്യസ്തമായി വരും എന്ന്
ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നേരെ ചിന്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വഭാവം. അതനുസരിച്ചാണെങ്കിൽ നേരെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ക്രിയാത്മകമായ നിലപാടുകളിലേക്കുള്ള ചർച്ചകളും ആണ് നടക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. രമൺ ശ്രീവാസ്തവയെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം ഒരുപാട് കാര്യങ്ങൾ. ആ തർക്കമല്ല പ്രസക്തമായിട്ടുള്ളത്. ആക്ഷനിലേക്ക് പോകുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുക. ആ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. മൂന്നാറിൽ കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും വേർതിരിച്ചറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ തീരുമാനമുണ്ട്. കുടിയേറ്റക്കാരെ 1977 മുതലുള്ള കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിനും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നിലപാടാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. അത് CPIക്കും CPMനും ഒരേ നിലപാടാണ്. ആ നിലപാടനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ എവിടെങ്കിലും സംഭവിച്ചാൽ തിരുത്താനും അത് ശരിയല്ലെന്ന് പറയാനുമുള്ള അവകാശം CPIക്കുണ്ട്, CPMനും ആ അവകാശമുണ്ട്. അവകാശം ഇനിയും വിനിയോഗിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ NP ചേക്കുട്ടി, CPM CPI തർക്കം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കും, പഴുതടച്ചുള്ള മറുപടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ താങ്കൾ? കോടിയേരിയുടെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ വളരെ പക്വതയുള്ള ഒരു പത്രസമ്മേളനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം CPI ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുമ്പോൾ തന്നെ വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത്തരം തെറ്റുകൾ ആരുടെ ഭാഗത്തുനിന്നും വരാൻ പാടില്ല എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കും ചില അണികൾക്കും അദ്ദേഹം കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നതായിട്ടാണ് ആ പത്രസമ്മേളനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPIയുടെ നേരെ നടന്നിരിക്കുന്ന കടന്നാക്രമണങ്ങളിൽ പലപ്പോഴും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് CPMലെ പ്രവർത്തകരാണ്, CPMന്റെ നേതാക്കളാണ്. ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് മുന്നണിയുടെ ഭാവിക്ക് നല്ലത് എന്നൊരു സന്ദേശം കൂടി കോടിയേരി നൽകിയിട്ടുണ്ട്. ആ നിലയിൽ കോടിയേരിയുടേത് ഒരു ബാലൻസ് ഉള്ള ഒരു സമീപനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടുകൾ പറഞ്ഞു. അതിനോട് CPIക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് രണ്ടുപേരും തെരുവിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതില്ല. നയപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു, നയപരമായ പ്രശ്നങ്ങൾ പരസ്യമായിട്ട് പറയാം. പക്ഷെ ഭരണപരമായ വീഴ്ചകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നണിക്കകത്തോ മറ്റു ബന്ധപ്പെട്ട ഫോറങ്ങളിലോ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കുറെ കൂടി നല്ല ഒരു അന്തരീക്ഷത്തിന് വഴി തുറക്കും എന്നാണ് ആ സമ്മേളനം വീക്ഷിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, അതായത് ഈ CPIക്കെതിരായിട്ടുള്ള വിമർശമോ CPI അടക്കിയിരുത്തലോ മാത്രമല്ല, വിഷയങ്ങളിലെ വസ്തുതകൾ മുഴുവൻ മുന്നോട്ട് വെച്ച് സ്വന്തം നിലപാട് സ്ഥാപിക്കലോ മാത്രമല്ല, തങ്ങളുടെ നേതാക്കൾക്ക് തന്നെയും മുന്നറിയിപ്പ് കൊടുക്കാനും കൂടെ അദ്ദേഹം സമയം വിനിയോഗിച്ചിട്ടുണ്ട് എന്നത് കാണേണ്ടതല്ലേ? MA ബേബി ഈ സോഷ്യൽ മീഡിയക്കകത്ത്, സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, പാർട്ടിക്കാർ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി നിലപാടേ പാടുള്ളൂ എന്ന് അദ്ദേഹം സുഘടിതമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചു. ഈ പറയുന്ന ഈ വിവാദങ്ങൾക്ക് കാരണമായ കാനത്തെ പ്രകോപിപ്പിച്ചത് EP ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ. EP ജയരാജൻ അടക്കമുള്ള ആളുകൾക്കും നല്ല മെസ്സേജ് കൊടുത്ത് സ്വന്തം പാർട്ടിക്കകത്തുള്ള സംഗതികളെ കൂടെ അടക്കിയിരുത്തുന്ന നിലപാട്, അഭിനന്ദനാർഹമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചില്ലേ? സനീഷ, നമുക്ക് തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണനെ അഭിനന്ദിക്കാം. അതായത് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ പാർട്ടിയുടെ സുചിന്തിതമായ ഔദ്യോഗികമായ അഭിപ്രായം മാത്രമേ പരസ്യമായി പറയാൻ പാടുള്ളൂ എന്നുള്ളത്. സനീഷ, MA ബേബിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിന് ഈ വളരെ അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അറിഞ്ഞുകൂടുന്നുണ്ടോ? അതായത് CPMൻ്റെ ഔദ്യോഗിക നിലപാട് മാത്രമേ അദ്ദേഹം പരസ്യമായി പറയാവൂ എന്ന ഒരു പാർട്ടി തത്വം അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അത് ശ്രീ MA ബേബിക്ക് അറിഞ്ഞുകൂടാന്നുള്ളൂ. അപ്പോൾ MA ബേബിയെ പോലെ ഒരാൾ, അതായത് ഇപ്പോൾ പാർട്ടി സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ നേതാവിന് പോലും ഈ മഹിജയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജിഷ്ണുവധവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു പരസ്യമായി നിലപാട് എങ്ങനെ എടുക്കേണ്ടി വന്നു? അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാവാം, അദ്ദേഹത്തെ സമ്മർദ്ദത്തിന് കീഴടക്കിയിട്ടാവാം, അദ്ദേഹത്തിൽ നിന്നൊരു തിരുത്ത് അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ നിന്നൊരു പിന്നാക്കം പോക്ക് അത് നേടിയെടുക്കുന്നതിന് പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് MA ബേബിയെ പോലൊരു നേതാവിന് അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല EP ജയരാജൻ്റെ പ്രസ്താവനയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായൊരു സന്ദേശമുണ്ടോ, ഒരുപക്ഷേ MA ബേബിയുടെ. പക്ഷേ ഇവിടെ സനീഷിന് കഴിഞ്ഞ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ എടുത്ത ഒരു നിലപാട് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു
ഇവിടെ ഗവൺമെൻറ് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീടുകൾ വെച്ച് കൊടുക്കുന്നു, അരി ഇവിടെ ലഭ്യമാക്കുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അതിനാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ കംഫർട്ടബിളായ ഒരു ഭൂരിപക്ഷം നൽകിയിട്ട് നിങ്ങളെ അധികാരത്തിലേറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് വരുന്ന പരാജയങ്ങൾ, ഈ ഗവൺമെൻറ് വരുന്ന വീഴ്ചകൾ അത് പറയരുത് എന്നാണോ? അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ CPI എന്താ? CPI വലിയ കടുത്ത അപരാധം എന്തെങ്കിലും ചെയ്തായിട്ട് നമുക്ക് തോന്നുന്നില്ല. പോലീസിൻ്റെ ചില നിലപാടുകൾ, റവന്യൂ വകുപ്പിൻ്റെ ചില നിലപാടുകളോട് പാർട്ടി CPI എടുക്കുന്ന ചില നിലപാടുകളെക്കുറിച്ച് വിവരാവകാശ നിയമം വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ലെങ്കിൽ വയനാട്ടിലെ മാവോയിസ്റ്റ് കൊലപാതകം എടുക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടല്ലേ? ആ ഒരു നിലപാട് എടുത്തതിൻ്റെ പേരിൽ അതിനെന്തിനാണ് അത് പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു ആയുധം ഇട്ട് ചിത്രീകരിക്കുന്നത്? ഇന്നിപ്പോൾ ശ്രീ അനിരുദ്ധിനിവിടെ വരുന്ന ഒരു പാചകം, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുക. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വവുമായി സംസാരിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് ആലോചിച്ചിട്ടാവും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഒരു പാർട്ടി ശ്രീ അനിരുദ്ധിനെ പോലൊരു നേതാവ് അങ്ങനെയേ ചെയ്യത്തുള്ളൂ. അദ്ദേഹം ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അതായത് ഞങ്ങൾ ഈ മുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഇനിയും ഞങ്ങൾ വിനിയോഗിക്കും എന്ന് പറയുമ്പോൾ ശ്രീ അനിരുദ്ധൻ ഞങ്ങൾ കരുതേണ്ടത് ഇനിയും ഈ ഗവൺമെൻറ്റിന് ഉണ്ടായേക്കാവുന്ന പരാജയങ്ങൾ നിങ്ങൾ അക്കമിട്ട് നിരത്തുമെന്നാണ്. അതോ നിങ്ങൾ വീട് വെച്ച് കൊടുത്തു, അരി കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൻ്റെ മേനി പറച്ചിലല്ലാതെ വിമർശനം ഉന്നയിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ ഒരു ധാരണയുണ്ടായിരിക്കുന്നു ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ, ഈ പ്രശ്നങ്ങൾ, ഈ പരാതികൾ, ആരോപണങ്ങൾ, ഇവിടെ ഈ ചർച്ചകൾ, വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ധാരണയുണ്ടായി എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പുറത്താണോ ഈ പ്രസ്താവനകൾ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ അനിരുദ്ധൻ, താങ്കളാണ് ഇവിടെ CPI പ്രതികരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഈ രീതിയിൽ അവരുടെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ CPI മാപ്പ് ചോദിക്കേണ്ടി വരും. ശ്രീ കാനം അതിന് മുതിരും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ മഹിജയുടെ സംഭവം തീർന്ന ഒരു കാര്യമായിട്ട് വിടാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ അങ്ങനെ വിടാം. പക്ഷേ മൂന്നാറിൻ്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആ റവന്യൂ മന്ത്രിയുടെ തീരുമാനത്തെ ഞങ്ങൾ ശക്തമായി പിന്താങ്ങും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, വിവരാവകാശ നിയമങ്ങൾ എന്നുള്ളൊരു പിന്നോട്ട് പോക്ക്, ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന ഈ ധാരണയുണ്ടായി എന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ് ശരിയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളിൽ നടന്ന് കഴിഞ്ഞത് പോകട്ടെ, മറ്റ് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന നിലപാട് തന്നെ താങ്കൾ എടുക്കുമോ, താങ്കളുടെ പാർട്ടി എടുക്കുമോ, ഒരു തിരുത്തൽ ശക്തിയായിട്ട് തുടരുമോ, അതോ ഇന്ന് ഉണ്ടായി എന്ന് പറയുന്ന ധാരണയുടെ പേരിൽ നിങ്ങളുടെ പാർട്ടി നിശബ്ദത പാലിക്കുമോ? നിശബ്ദത പാലിക്കുമെങ്കിൽ നിങ്ങൾ പ്രതിക്കൂട്ടിലാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അതിന് മറുപടി നൽകും. അതിനു മുമ്പ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. അവർ വളരെ മാന്യമായിട്ട് ഇനി അങ്ങോട്ട് പ്രശ്നമുണ്ടാക്കേണ്ടതില്ല എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് രണ്ടുപേരും, താങ്കൾ ശ്രീ ആനത്തലവട്ടം ആനന്ദനാണെങ്കിലും ശ്രീ അനിരുദ്ധനാണെങ്കിലും സംസാരിക്കുന്നത്. കാനം രാജേന്ദ്രൻ നേരത്തെയും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഈ ചരിത്രത്തെ അവരെ ദോഷകരമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളച്ചൊടിച്ച് കളഞ്ഞു എന്നൊരു ആരോപണം ആളുകൾക്ക് ഉള്ളിൽ വരികയില്ലേ? ഈ സരസൻ സംഭവത്തിൽ കൊല്ലത്തെ ആ പ്രാദേശിക നേതൃത്വം, CPM CPI വ്യത്യാസമില്ലാതെ എല്ലാവരും ആ കാര്യത്തിൽ ഈ പറയുന്ന വിഷയത്തിൽ എതിർപ്പായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം നേരിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹം ഇരിക്കുന്നത്. താങ്കൾക്കും സ്വാഭാവികമായിട്ടും അക്കാലത്ത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. അന്നത്തെ പൊതുജന വികാരം പാർട്ടി വ്യത്യാസമില്ലാതെ സരസൻ സംഭവത്തിൽ ബേബി ജോണിനെതിരായിരുന്നുവെങ്കിൽ അതിനെ ഈ ഘട്ടത്തിൽ CPIക്കെതിരായിട്ടൊരു ആയുധമായി ഉപയോഗിച്ചത് ശരിയായില്ല എന്നൊരു നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? CPIക്കെതിരായ ആയുധമായിട്ടൊന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആ സമരത്തിൽ എൻ്റെ സ്നേഹിതൻ അനിരുദ്ധൻ തന്നെ പറയുകയുണ്ടായി, MK ഭാസ്കരൻ ആ സമരവുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാടാണ് CPM നേതാവ് എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ളത്. ആ സരസനെ കൊല ചെയ്തു, അയാൾ കൊന്നുകളഞ്ഞു, ചുട്ടുകരിച്ച് കളഞ്ഞു എന്നൊരു സർക്കിൾ ഇൻസ്പെക്ടർ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സരസൻ ഇല്ലാതായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം സരസൻ പ്രത്യക്ഷപ്പെടുന്നത്. ആ സരസൻ പ്രത്യക്ഷപ്പെടുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്താണ്. അന്ന് ശ്രീ ബേബി ജോൺ നിയമസഭയിലാണ്. എനിക്ക് തോന്നുന്നു അനിരുദ്ധനും അന്ന് നിയമസഭയിലുണ്ടെന്ന് തോന്നുന്നു എൻ്റെ കൂടെ. അന്ന് ആ ബേബി ജോൺ നിറകണ്ണുകളോടെ ആനന്ദ ഭാഷകളൊഴിക്കാണ് അദ്ദേഹമാണ് കൊന്ന് കടലിൽ കൊണ്ട് തള്ളിയെന്നാണ് പ്രചരിപ്പിച്ചിട്ട് നടന്നത്. ആ പ്രചരിപ്പിച്ചിട്ട് നടന്നത് ശരിയല്ലാതെ തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മാനസികമായ സന്തോഷവും അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ എതിരേക്കുന്നതും ഒക്കെ നമ്മുടെ മുമ്പിലും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അത് പോലീസ് എടുക്കുന്ന കേസുകൾ, ചില കള്ളക്കേസുകളൊക്കെ എടുക്കുന്നതിന് ഉദാഹരണമായിട്ട് ഞാനത് കാണുന്നുള്ളത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞു,
ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന ഒരു ധാരണയായെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ കട്ടായി കോടിയേരി ബാലകൃഷ്ണൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞല്ലോ, ആശയപരമായ സമ്മതങ്ങളൊക്കെ നമുക്കാകാം, പക്ഷേ ഭരണത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ച, നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും ഒരു ഭരണത്തിൽ. ആ കോട്ടങ്ങൾ വന്നാൽ ആ കോട്ടങ്ങളെയൊക്കെ പർവ്വതീകരിച്ച് പുറത്ത് പ്രചരണം നടത്തുന്നതും പ്രസ്താവനകൾ നടത്തുന്നതും അത് മുന്നണിയുടെ കെട്ടുറപ്പിന് ഗുണകരമാകില്ല, മറിച്ച് ശത്രുക്കൾക്ക് സഹായകരമായ ആയുധമാകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഭരണപരമായ കാര്യത്തിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ തന്നെ ആ വീഴ്ച ഉണ്ടെങ്കിൽ ഇനിയും ചർച്ച ചെയ്യാം, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം, അതുപോലെ LDFൽ ചർച്ച ചെയ്യാം, പാർട്ടി തലത്തിൽ 2 പാർട്ടികളും തമ്മിലിരുന്ന് ചർച്ച ചെയ്യാം. ഇതൊക്കെ അല്ലേ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ടും പോരാ, എന്താണ് പിന്നെ വേണ്ടത്? എന്താണ് പിന്നെ വേണ്ടതെന്നില്ല പ്രസക്തമായ ചോദ്യം. ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച മാനിഫെസ്റ്റോയിൽ വെച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനാണ് മുഖ്യ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ അത് ചൂണ്ടിക്കാണിക്കണം. ആ വീഴ്ച വരാതെ നോക്കണം എല്ലാ പാർട്ടികളും, മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും. യഥാസമയം തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ. ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ക്ഷമിക്കണം, സമയക്കുറവുണ്ട്. എനിക്ക് ഒന്ന് അനിരുദ്ധനിലേക്ക് കൂടെ പോകാനുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ശ്രീ N. അനിരുദ്ധൻ, സണ്ണിക്കുട്ടി അബ്രഹാം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി എന്തായാലും നൽകും. ഇനിയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കാതെയാണോ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നത്? അതോടൊപ്പം ചേർത്ത് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ നിയമത്തിൻ്റെ ആ വിഷയത്തിൽ എനിക്കൊരു വിശദീകരണം വേണം. അതായത് വളരെ കൃത്യമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞത്. ഞങ്ങൾ വിവരാവകാശ നിയമത്തിന് എതിരല്ല. ഡൽഹി ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ചില നിലപാടുകൾ അവിടെ ഉള്ളതുകൊണ്ട് പരിപൂർണമാകാത്ത മന്ത്രിസഭാ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് പുറത്തേക്ക് കൊടുക്കുക സാധ്യമല്ല, കോടതി ഇടപെടലുകൾ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ആ വിഷയത്തിലെങ്കിലും നിങ്ങൾ ഇനി അങ്ങോട്ട് എതിരഭിപ്രായം പ്രകടിപ്പിക്കാതെ ഇരിക്കുമോ? ശ്രീ അനിരുദ്ധൻ. അല്ല, വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവായ അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവായ അഭിപ്രായം ഭരണം സുതാര്യമായിരിക്കണം. സുതാര്യമായിരിക്കുന്നതിൻ്റെ ഒരു ഘടകമാണ് വിവരാവകാശ നിയമം അനുസരിച്ച് അറിയാനുള്ള അവകാശം. ആ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് സുതാര്യമായ ഭരണമായിരിക്കത്തില്ല. അതുകൊണ്ട് അതിന് അപഭ്രംശം സംഭവിച്ചാൽ CPI അത് അങ്ങനെ പോരാ, വിവരാവകാശ നിയമം അനുസരിച്ച് നമുക്ക് പോകണം, നമ്മൾ അതിനു വേണ്ടി വാദിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാനുള്ള അവകാശമില്ലേ? ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ CPI മാപ്പ് പറയേണ്ട ഒരു കാര്യവും ഇതിനകത്തൊന്നുമില്ല. ശരിക്കു വേണ്ടി തന്നെയാണ് CPI ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊന്നും ഞങ്ങൾക്ക് അവകാശവാദമില്ല. പക്ഷേ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ പ്രസക്തി അനുസരിച്ച് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം. അതാ ഇടതുപക്ഷ മുന്നണി. ആ ഉന്നയിക്കുന്ന വിഷയങ്ങളല്ല, ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചു പോയാൽ കുഴപ്പമായി പോയി, അതുകൊണ്ട് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെന്നൊന്നും ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് ഒരാളിൻ്റെയും മുമ്പിൽ മാപ്പ് ചോദിക്കേണ്ടതോ മാപ്പ് പറയേണ്ടതോ ആയ ഒരു കാര്യവും CPI ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. തീർച്ചയായിട്ടും ഭരണപരമായ വൈകല്യങ്ങൾ CPIയുടെ വകുപ്പുകളിലുണ്ടായ സ്വയം അനിരുദ്ധൻ, ഞാൻ താങ്കളുടെ പാർട്ടി മാപ്പ് പറയണമെന്നല്ല പറഞ്ഞത്. നിങ്ങളെടുത്ത നിലപാടിൽ നിന്ന് ഇന്നോ മറ്റോ ഉണ്ടായ ഒരു ധാരണയുടെ പുറത്ത് നിങ്ങൾ പൂർണ്ണമായി പിന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളോട് മാപ്പ് പറയാൻ ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സുതാര്യതയെപ്പറ്റി പറഞ്ഞു. ശ്രീ അനിരുദ്ധൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴേ പണ്ടൊക്കെ എല്ലാ മുഖ്യമന്ത്രിമാരും ചെയ്യുന്ന ഒരു പത്രസമ്മേളനം നടത്താനുള്ള നമുക്ക് സമയമുണ്ടാവില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ധാരണ ഉണ്ടായിട്ടുണ്ടോ ശ്രീ N. അനിരുദ്ധൻ? അതുമായി തുടർന്നാൽ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാവുകയില്ലേ? അല്ലല്ല, ഞങ്ങൾ തുടർന്നാൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യമാകത്തക്ക ഒരു കാര്യവും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പറയുന്നത് ഈ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താനും കൂടുതൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് പോയി ജനങ്ങളുടെ അഭിപ്രായം നേടാനും വേണ്ടിയുള്ള ശ്രമമാണ്. ചോദ്യം ചെയ്താൽ ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. വളരെ നന്ദി ശ്രീ അനിരുദ്ധൻ, ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഇന്നിപ്പോൾ ഈ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെയാകുമോ വരും ദിവസങ്ങളിൽ തുടരുക? ഇന്നിപ്പോൾ സൗമ്യരായിട്ടുള്ള ഈ 2 നേതാക്കൾ, 2 പാർട്ടിയുടെ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് നാളെയും തുടരുക എന്നത് സംബന്ധിച്ചാണ് നമുക്ക് സംശയം ഇപ്പോഴും ബാക്കിയുള്ളത്. വളരെ നന്ദി ശ്രീ അനിരുദ്ധൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ വളരെ നന്ദി. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ NP ചേക്കുട്ടി, ഫോണിൽ എത്തിയ NP ചേക്കുട്ടിക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
പ്രകോപനമില്ലാതെ എന്നാൽ പരോക്ഷ പരിഹാസവുമായി കാനത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. പ്രതിപക്ഷത്തിന് ആയുധം നൽകരുത് എന്ന ഉപദേശം. CPIക്ക് 2 മുന്നണികളിലുമായി കൂടുതൽ ഭരണപരിചയമുണ്ടെന്ന് കുത്തുവാക്ക്. കൊല്ലത്തെ സരസൻ സംഭവവും ഉദാഹരണമായി. പ്രതിപക്ഷത്തിന് CPM-ഉം ആയുധം നൽകരുതെന്ന് കാനം. ഭൂമി കയ്യേറ്റം തടയാൻ പ്രത്യേക നിയമനിർമ്മാണം പരിഗണനയിലെന്ന് മന്ത്രി AK ബാലൻ. ഓർഡിനൻസ് ഉടൻ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട്. വയനാട്ടിൽ അതീവ പരിസ്ഥിതിലോല മേഖലകളിൽ കരിങ്കൽ ഖനനത്തിന് നിരോധനം. BJP ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ തുടങ്ങി. അമിത്ഷാ യോഗത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഭരണ തുടർച്ചയ്ക്ക് തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.